ഹലോ ജയിക്കരൻ, ഇന്ന് താമരശ്ശേരി ചുരത്തിൽ എന്താണ് പരിപാടി? അത് നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ ചായക്കടയിലൊക്കെ പോയിട്ട് ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി. വടയാണോ മോദനമാണോ? അപ്പോൾ ഇന്ന് എനിക്ക് നമ്മുടെ ഈ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഇതുപോലൊരു സംഭാഷണത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നവുമായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ ഒരാൾ വരുന്നത്. നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് അതിനൊരു പരിഹാരം കിട്ടും, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞായിരിക്കും നമ്മളോട് വരും. പക്ഷെ ആ വർത്തമാനം പറഞ്ഞ് തുടങ്ങി പോകുമ്പോൾ അതിൻ്റെ അവസാനം അയാൾക്കും പിടികിട്ടത്തില്ല, എവിടുന്ന് തുടങ്ങിയെന്ന് നമുക്കും പിടികിട്ടത്തില്ല. മൊത്തത്തിലൊരു ആശയക്കുഴപ്പം. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സംഭാഷണത്തിൻ്റെ ഒരു പ്രധാന വിജയം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം രണ്ട് കൂട്ടരും നല്ല മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്, നല്ല ശ്രോതാവാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇന്ന് സംസാരിക്കാൻ. ഓക്കെ ഓക്കെ, നല്ലൊരു ശ്രോതാവ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആ സിനിമയിൽ പറഞ്ഞ പോലെ അമ്പാനെ ശ്രദ്ധിക്കും. കേൾക്കറിയാം. ഞാനൊരു പ്രശ്നം പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ ടോപ്പിക്. പിന്നെ ഒരു ചോദ്യം പ്രേം ചോദിച്ചില്ല, എന്തുകൊണ്ട് പ്രേമിനെ ഞാൻ. അതെ അതെ അതെ, എനിക്ക് ആക്ച്വലി ജയിക്കരൻ എന്നെ ഇതിനു വേണ്ടി വിളിക്കുമ്പോൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? കാര്യം ഞാൻ വളരെ സമാധാനമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. കുറച്ച് ഓഡിയൻസ് ജയിക്കരന് നല്ല ഓഡിയൻസൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകമുണ്ട്. താങ്കൾ പറയൂ, എന്തിനാണ് എന്നെ വിളിച്ചത്? അതായത് അത് വളരെ ലളിതമാണ്. എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മുന്നിലുള്ള എനിക്ക് പരിചയമുള്ള കുറേ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കി, അതിലൂടെ കടത്തി വിട്ട് നോക്കിയപ്പോൾ അവസാനം വന്ന 2-3 പേരിൽ ഒരാളാണ് പ്രേം. 35 കൊല്ലത്തോളമായി. 35 കൊല്ലത്തിൽ കൂടുതൽ. അതെ, അതിൽ നല്ലൊരു പങ്ക് കുറേ വർഷങ്ങൾ ഒരുമിച്ച് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് പഠനത്തിൻ്റെ അവസരത്തിൽ. അപ്പോഴൊക്കെ ഞാൻ നോക്കിയപ്പം വളരെ നല്ലൊരു ശ്രോതാവും. നമ്മൾ ഇപ്പം പല കൂട്ടുകാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രേമിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ അവൻ അറ്റ്ലീസ്റ്റ് കേൾക്കും. അപ്പം സാധാരണ നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്, അവനോട് പോയി സംസാരിച്ചാൽ ഒരു പരിഹാരം ഉണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളൊന്നും ചെയ്യുന്നില്ല. അതെ അതെ, കേട്ടുകൊണ്ടിരിക്കുന്നു, പിന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കും, ചില വഴിക്ക് തിരിച്ചുവിടും, അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം പറയുമ്പോൾ അത് നമ്മൾ സമാധാനത്തോടെ കേൾക്കുക എന്നുള്ളൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ വളരെ സമാധാനവും ആ ഒരു പ്രശ്നം ഓൾമോസ്റ്റ് 90% തീർന്ന മാതിരിയൊക്കെ അവർക്ക് തോന്നും. പിന്നെ നമ്മൾ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതും ഇപ്പം ജയിക്കലും പറയുമ്പോഴാണ് എനിക്കറിയുന്നത്. ഓബ്വിയസ്ലി ഒത്തിരി പേര് ഇങ്ങനെ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അത് കാഷ്വലി ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ട്സാണ്. അപ്പോൾ വന്നിട്ടിടെ ഇതെന്താണ്, ഇതിങ്ങനൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനൊരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സംസാരിക്കുന്ന മാതിരി അവരുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ അവർ തന്നെ അവരുടെ ഒരു സൊല്യൂഷൻ അവർക്കറിയാതെ അവർ തന്നെ നമ്മളടുത്ത് പറയും. അപ്പോൾ അത് നമ്മൾ അവർക്ക് തിരിച്ച് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളതല്ലാതെ എനിക്കിങ്ങനെ ഒരു എന്തോ പറയുന്ന ബോൺ ടാലൻറ്റോ സിദ്ധിയോ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അല്ല, അത് തന്നെയാണ്. അപ്പോൾ ഈ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളോടൊരാൾ സംസാരിക്കാൻ വരുമ്പോൾ ഒരു വഴി തേടിയാണ് വരുന്നത്. പക്ഷേ നമ്മൾ അവസാനം നമ്മളും അയാളും തമ്മിൽ എവിടെയൊക്കെയോ പോയിട്ട് രണ്ടുപേർക്കും വഴി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലേ? ഉറപ്പായിട്ടും. അതായത് സാധാരണഗതിയിൽ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ എടുക്കാം. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ ആ ഒരു വാക്ക്, ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആൾക്കാർ ഇപ്പോൾ പ്രശ്നമായിട്ട് പോകാറുണ്ട്. ഇല്ലെങ്കിൽ നോർമലി ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ആൾക്കാർ കംഫർട്ടബിൾ. നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്നൊക്കെ പറയുന്ന ഒരു ടാബു ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകാറില്ല. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ജയിക്കനും പറഞ്ഞ പോലെ, ഓക്കെ, ഇന്ന അടുത്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് പോയി നമ്മുടെ പ്രശ്നം പറയാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ പോകുമ്പോൾ നമ്മളത് ജസ്റ്റ് കേൾക്കുക, അത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജയിക്കരൻ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നെപ്പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം വരാനുള്ളൊരു കാര്യം എന്താണ്? അല്ല, അപ്പം ഞാൻ ഇതിൻ്റെ ചില ശാസ്ത്രീയ വശങ്ങൾ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഇപ്പം എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പ്രേമിന് അതറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇതാണ്. ഞാനിപ്പോൾ പറയുമ്പോഴാണ് അതെ അറിയുന്നത്, അല്ലേ? അതും ഒരു മണിക്കൂർ മുമ്പ്. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഒരു റിഫ്ലക്ട് ചെയ്തിട്ട്
എന്തായിരിക്കാം അങ്ങനെ ഒരു ഇത് വരുന്നെങ്കിൽ, കാരണം അത് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോൾ എനിക്കൊരു ടാസ്ക് തന്ന പോലെ ഒരു നോട്ടീസ് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ ഇത്രയും നമ്മുടെ ഇത്ര ജീവിതകാലത്തിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യാം. മേ ബി നമ്മളെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ മുതിർന്നവർ, അച്ഛനും അമ്മയും നമ്മുടെ വലിയ ഫാമിലി ആയിരിക്കും. അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തിരിച്ച് അവർക്ക് മറുപടി കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം തന്നെ അവരുടെ മൂഡ് അവയെല്ലാം അനുസരിച്ചായിരിക്കുമല്ലോ. ഇന്നത്തെ മാതിരി അല്ലല്ലോ നമ്മുടെ പാരൻസിൻ്റെ അടുത്തായിരുന്നാലും നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു എന്തോ പറയുന്നത്, നമ്മൾ ബാക്കിയുള്ളവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ മൂഡും അവരുടെ ഒരു രീതിയും മനസ്സിലാക്കി അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ പോയി പറയുന്ന ആ ഒരു ഇപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല. കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ കുട്ടികളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുട്ടികളെല്ലാം ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ ആക്റ്റീവാണ്. അവർ വന്ന് നമ്മളത് ചോദിക്കുമ്പോൾ പാരൻസ് ചാടി അത് കേട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അവരെ ഉപദേശിക്കുക, അതിനൊന്നുമുള്ള കേപ്പബിലിറ്റി ഇപ്പം ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭാഷണത്തിൽ നല്ലൊരു ശ്രോതാവ് ആകാൻ വേണ്ടി വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്? ഒന്ന്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളടുത്ത് വന്ന് പറയുന്ന ആളെ സഹായിക്കണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉറപ്പായിട്ടും വേണം. പിന്നെ ഏറ്റവും ജയിക്കരൻ പറഞ്ഞു തരുന്നത് ടോപ്പിക്ക് ക്ഷമയോടെ പറയുന്നത് മുഴുവൻ ഇൻറ്ററപ്റ്റ് ചെയ്യാതെ കേൾക്കാനുള്ള ഒരു സമാധാനം നമുക്ക് വേണം. ഇതിനിടയ്ക്ക് നമ്മുടെ മനസ്സ് വേറെ സ്ഥലത്തോട്ടോ, ഇപ്പോൾ ഒരാൾ ഒരു പ്രശ്നം പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വേറൊരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അയാൾക്ക് ഈ സൊല്യൂഷൻ ആയിരുന്നു, ഇങ്ങനെ നമ്മൾ വേവർ ചെയ്യാതെ പുള്ളിയുടെ ആ പ്രശ്നം കേട്ട് മനസ്സിലാക്കുകയും ഒരിക്കലും നമ്മൾ ആ പ്രശ്നത്തിന് അകത്ത് പോവാതെ നമ്മളൊരു ബേർഡ്സ് ഐ വ്യൂവിൽ നിന്നിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി തന്നെ ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും. അത് പുള്ളിക്ക് കാണിച്ചു കൊടുത്താൽ മതി. പുള്ളി ആ ഒരു പ്രശ്നത്തിലിരിക്കുന്ന ആൾക്ക് ഒരിക്കലും ആ ഒരു സൊല്യൂഷൻ അയാൾക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അയാൾക്ക് അറിയായിരിക്കും, പക്ഷെ അത് നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്ത് അതിലോട്ട് ഗൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ വരുന്ന ആളിനോട് ഒരു എമ്പത്തി, അയാളുടെ സാഹചര്യം മനസ്സിലാക്കി അയാളുടെ ക്ഷമയോടെ കേട്ട് അയാൾ പറയുന്നതിൽ നിന്നും അയാൾ തേടുന്ന ഒരു വഴി കാണിച്ചു കൊടുത്ത്. അതെ, അത് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇപ്പോൾ ഞാനൊരു പ്രശ്നമായിട്ട് ജയിക്കറിൻ്റെ അടുത്ത് വരാണ്. ചിലപ്പോൾ ജയിക്കറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ അറിയായിരിക്കും. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ സൊല്യൂഷൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം കേൾക്കാതെയാണ് ജയിക്കറിന് അതിനൊരു മാർഗം പറയുന്നത്. പിന്നെ അടുത്ത കാര്യം മുഴുവൻ കേട്ടിട്ട് ജയിക്കറിന് ഇഷ്ടമുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കാണിച്ചു തരാണ്. അത് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർക്കൗട്ടായില്ലെന്ന് വരും. അതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ആൾക്ക് ഏതായിരിക്കും സൂട്ടബിൾ അത് മാത്രമേ സൊല്യൂഷനായിട്ട് പുള്ളിക്ക് തിരിച്ചു കൊടുക്കാവുള്ളൂ. അതെ, എനിക്കിപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ ഒരു നല്ലൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനെ സംസാരിക്കാൻ ഒരാൾ വരുമ്പോൾ നമുക്ക് പരിചയമുള്ള പല കാര്യങ്ങളും പറഞ്ഞ് അയാളെ മറ്റൊരു വഴിക്ക് സഞ്ചരിപ്പിച്ച് അവസാനം രണ്ടുപേരും വഴി നഷ്ടപ്പെടും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യവും പ്രധാനമാണ്, നമ്മളെന്താ വിട്ടുപോകുന്നൊരു സംശയം. അതായത് നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പം ഒരു റീലകത്ത് ഓടുകയും അയാൾ പറയുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും, നമ്മളിതേപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരാൾക്ക് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അതെ, നമുക്ക് ആത്മാർത്ഥതയില്ലാതെ നമ്മൾ കേൾക്കും അല്ലേ. അപ്പോൾ ഒരു റീല്, അപ്പം നമ്മളവിടെ ഇല്ല. അതെ, അപ്പം എന്തൊക്കെയോ യാന്ത്രികമായിട്ട് നമ്മൾ പറയും, തലയാട്ടും, അവസാനം അയാളും എന്തെങ്കിലും പറയും. സാധാരണ ഇങ്ങനെ ഒരു അപ്പോൾ സംഭാഷണം ഒരു മൊത്തത്തിലൊരു അവ്യക്തത അവിടെ ഉണ്ടാവും. അതെ, ഇത് പറയുമ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മളടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളും വളരെ റിലാക്സ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പുള്ളിക്ക് വേണ്ട സൊല്യൂഷൻ, പുള്ളിയെല്ലാം പറയുന്നുള്ളായിരിക്കും ഇതേമാതിരി, പക്ഷേ നമുക്കത് കാണാൻ ഒക്കത്തില്ല. കാര്യം പറയുന്ന പകുതി നമ്മൾ കേൾക്കത്തില്ല, ബാക്കി നമ്മളെ അനലൈസ് ചെയ്യത്തില്ല.
അപ്പോൾ അങ്ങനെ ഉറപ്പായിട്ടും നമ്മുടെ ഈ കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥയും ഈ പറയുന്ന ആളെ മാതിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും പിന്നെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഇപ്പോൾ എൻ്റെ അഡ്വാൻറ്റേജിൽ എനിക്ക് വരുന്ന എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ റിലേറ്റീവ്സോ ആയിരിക്കും. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഹാപ്പിയായി. എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ജയിക്കരൻ വരുന്നു, ജയിക്കരൻ വന്ന് ജയിക്കരനെ കാണുമ്പോഴേ എനിക്ക് സന്തോഷമായി. എൻ്റെ പ്രശ്നം ഞാൻ അവിടെ നിർത്തി നമ്മൾ വീണ്ടും ഒരു പുതിയ സംഭാഷണം തുടങ്ങുക. അതെ. അപ്പം ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നല്ലൊരു ശ്രോതാവാകാൻ ആദ്യം നമ്മളോട് സംഭാഷണത്തിനായി വരുന്ന ആളോട് ഒരു എമ്പതി തോന്നുക. പിന്നെ ക്ഷമയോടെ അയാൾ പറയുന്നത് കേൾക്കുക. അയാൾ പറയുന്നതിനകത്ത് തന്നെ എന്തെങ്കിലും അയാൾ വേണ്ട കാണിച്ചായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആ പ്രശ്നത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് അയാൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നു. അതെ, ഇതാണ് എനിക്ക് വേണ്ടത്. പുറത്ത് നിൽക്കുന്നത് നമുക്കതെ നമ്മൾ പുറത്തു നിന്നാണ് കാണുകയാണെങ്കിൽ പുള്ളിക്ക് ഉള്ള ആ വഴി നമുക്ക് കാണാനും പറ്റും, അത് പുള്ളിക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. പുള്ളി അത് സന്തോഷമായിട്ട് പോവുകയും ചെയ്യും. അത് വർക്കൗട്ടാവും. ഓൾമോസ്റ്റ് ഒരു 99% ആ ഒരു ഇത് അവർക്ക് വർക്കൗട്ടാവും, സന്തോഷമാവും. അടുത്തൊരു 1 വർഷം 2 വർഷം കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ അന്ന് നീ പറഞ്ഞത് കറക്റ്റായിരുന്നു, അപ്പം നമ്മൾ മറന്നു. ആക്ച്വലി നമ്മൾ 2 വർഷം മുമ്പേ ആ പുള്ളിയായിട്ട് സംസാരിച്ചു, ഓബ്വിയസ്ലി. പക്ഷേ നമുക്ക് ആ ഒരു സന്തോഷം, ഓക്കെ നമ്മൾ അന്ന് പറഞ്ഞത് വർക്കൗട്ടായി എന്നുള്ള ഒരു സന്തോഷം നമുക്ക് കാണും. ഇന്ന് വളരെ രസകരമായൊരു സംഭാഷണമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് പ്രേമിന് അറിയാത്തൊരു കാര്യം ഞാൻ പ്രേമിന് പറഞ്ഞു തന്നു. അതെ, ഉടൻ നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്നിരുന്ന് ഒരു ചായ കുടിച്ചു. അതെ, നമുക്ക് ആ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നത്. എനിക്കിത് കാണിച്ചു തന്നു. ഇങ്ങനെ 35 വർഷമായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യുകയാണെന്നുള്ളത് ഇപ്പോൾ ജയിക്കലിന് പറയുമ്പോഴാണ് എനിക്കും അറിയാവുന്നുള്ളത്. താങ്ക് യു ജയിക്കൽ.